അപ്പൊ എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പഴയതുപോലെ തന്നെ DSRA എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പുറകെ മറ്റ് വീഡിയോകൾ വരും. അപ്പം നമുക്കിതല്ലാതെ എന്തുണ്ട് ആഘോഷമല്ലേ? ഇതൊക്കെ തന്നെയാണ് ആഘോഷം. മലയാള സിനിമ വിജയിക്കുക, അതിൻ്റെ കളക്ഷൻ റെക്കോർഡ് തകർക്കുക എന്നൊക്കെ പറയുന്നത് തന്നെയാണ് നമുക്ക് ആഘോഷം. അപ്പം കേരളത്തിൻ്റെ കളക്ഷൻ ഇന്നലെ 2,85 ലക്ഷം രൂപയായിരുന്നു. അപ്പം തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ ഈ ചിത്രം തകർന്നു വീഴും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പലരുടെയും ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻ തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. 2,85 ലക്ഷം രൂപയായിരുന്നു ഇന്നലത്തെ കളക്ഷൻ. നമ്മൾ പറഞ്ഞു ഏകദേശം 3 റേഞ്ചിൽ തന്നെ ഇന്നലത്തെ കളക്ഷൻ വന്ന് നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ ഇന്നലെ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായി 18,30 ലക്ഷം രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. 18,30 ലക്ഷം എന്ന് പറയുന്നത് ഇതിൻ്റെ ബഡ്ജറ്റ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇത് ഇപ്പം കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിൻ്റെ ബഡ്ജറ്റ് 10 കോടിക്കുള്ളിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും ഇതിൻ്റെ എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. കാരണം ഇതിനകത്ത് 22 ദിവസത്തെ ഷൂട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊന്ന് പ്രണവ് മോഹൻലാൽ മാത്രമേ ഉള്ളായിരുന്നു കാശ് കൂടുതൽ മുടക്കേണ്ട ഒരു ആൾ. ബാക്കി എല്ലാവരും പുതുമുഖവും അതും ചെറിയ റോളൊക്കെ അഭിനയിക്കുന്ന അധികം കഥാപാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെല്ലാം 22 ദിവസത്തെ ഷൂട്ടിംഗ് ഉള്ളായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഏറ്റവും വലിയ പ്രത്യേകതയുള്ളൊരു ചിത്രമായിരുന്നു. അങ്ങനെ ഒരു 10 കോടിക്ക് ഉള്ളിൽ നിൽക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് കൊണ്ട് തന്നെ ഇതിനെ മുടക്കുന്നത് ഇപ്പം തന്നെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ഗ്രോഫ് കാണിക്കുന്നത് 23,25 ലക്ഷം രൂപയാണ് ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത്. കേരളത്തിലും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മികച്ച രീതിയിൽ കളക്ട് ചെയ്യുന്നു ഈ ചിത്രം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ കർണാടകത്തിൽ നിന്ന് ഇന്നലെ 35 ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. അങ്ങനെ 2,10 ലക്ഷത്തിൽ നിന്ന് 2,45 ലക്ഷത്തിലേക്ക് ഇത് ഉയർന്നിട്ടുണ്ട്. ഇന്നുകൊണ്ട് ഏകദേശം 2.5 കോടി കഴിയും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നും ആ റേഞ്ചിലൊക്കെയുള്ള പ്രതീക്ഷിക്കുക അല്ലേ. കർണാടകത്തിൽ മികച്ച രീതിയിലുള്ള കളക്ഷൻ വരുന്നു. അതുപോലെ ആന്ധ്രാപ്രദേശ്, തെലുങ്കാന ഇന്നലെ 5 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 31 ലക്ഷം രൂപ. തമിഴ്നാട്ടിൽ നിന്ന് 22 ലക്ഷം രൂപ കളക്ട് ചെയ്തു. അങ്ങനെ 1,29 ലക്ഷം രൂപയിലേക്ക് തമിഴ്നാട് കളക്ഷൻ വരുന്നു. പിന്നെ ഹിന്ദി മേഖലയിൽ 8 ലക്ഷം രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തത്. അങ്ങനെ 90 ലക്ഷം രൂപയാണ് ഹിന്ദി ബെൽറ്റ് ബാക്കിയുള്ള ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കൂടെ കളക്ട് ചെയ്തത്. അങ്ങനെയാണ് ടോട്ടൽ 23,25 ലക്ഷം രൂപ എന്ന കളക്ഷനിലെത്തി നിൽക്കുന്നത്. ഇനിയും വേൾഡ് വൈഡായിട്ട് പ്രതീക്ഷിക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ 21 കോടിയാണ്. അങ്ങനെയാണ് 44,25 ലക്ഷം. ഇത് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇതിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. കൂടാനേ സാധ്യതയുള്ളൂ, കുറയാൻ സാധ്യതയില്ല. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ. പ്രത്യേകിച്ച് DSRAയുടെ നമ്മുടെ കളക്ഷനൊക്കെ തന്നെ പുതിയ റിപ്പോർട്ടുകൾ വരുമ്പോൾ അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നുകൊണ്ട് ഏകദേശം 50 കോടി കടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടക്കാൻ സാധ്യതയുണ്ട് വേണ്ടി വന്നാൽ. അല്ലെങ്കിൽ നാളെ കൊണ്ട് ഇത് 50 കോടി കടക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നും ഏകദേശം 5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേൾഡ് വൈഡ്. കേരളത്തിൽ നിന്ന് ഇന്നലത്തെ കളക്ഷൻ തന്നെ ഏകദേശം 3 കോടി റേഞ്ചിൽ തന്നെയാണ്. അങ്ങനെ കേരളത്തിൽ നിന്ന് 20 കോടി പിന്നിടുന്നു. നമ്മളെ വേൾഡ് വൈഡായിട്ട് ഏകദേശം 49 കോടിക്ക് മുകളിൽ തന്നെയായിരിക്കാം പിന്നിടാൻ പോകുന്നത്. ഏകദേശം ട്രാക്കിംഗ് കളക്ഷൻ, കേരളത്തിൻ്റെ ട്രാക്കിംഗ് കളക്ഷനൊക്കെ അല്പം കഴിഞ്ഞ് കിട്ടും. അപ്പം അത് കിട്ടിക്കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, നാളെ കൊണ്ടോ മറ്റന്നാൾ കൊണ്ടോ 50 കോടി കിടക്കുന്ന ഒരു പ്രണവ് മോഹൻലാൽ ചിത്രമായി വീണ്ടും മാറുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.